ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് മാനിഫെസ്റ്റേഷനിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ്. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? എങ്ങനെയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യുന്നത്? ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നന്ദി എന്ന് പറയും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ നേട്ടങ്ങൾക്കും, എല്ലാ അനുഗ്രഹങ്ങൾക്കും, എല്ലാ നന്മകൾക്കും നമ്മൾ നമ്മുടെ പ്രപഞ്ച ശക്തിയോട് നന്ദി പറയുന്ന ഒരു പ്രോസസ്സിനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസസിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നത് പല രീതിയിലാണ്. പലപ്പോഴും നമ്മൾ കിടക്കാൻ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ മനസ്സ് ശാന്തമാക്കി നമുക്ക് ലഭിച്ചിട്ടുള്ള ഓരോരോ അനുഗ്രഹങ്ങളും എടുത്തു പറഞ്ഞ് നമ്മൾ പ്രപഞ്ചത്തോട് നന്ദി പറയാം, അല്ലെ ദൈവത്തോട് നന്ദി പറയാം. അതുപോലെ തന്നെ രാവിലെ എണ്ണീക്കുമ്പോഴും അത് തന്നെ ചെയ്യാം. പിന്നെ ഒരു പേപ്പറിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും എഴുതി വെച്ച് നമ്മൾ അത് ഇടയ്ക്ക് വായിച്ചു നോക്കാം, അല്ലെങ്കിൽ ആ എഴുതുക എന്നത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാം. ഇതൊക്കെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ മാനിഫെസ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന കോമൺ മെത്തേഡ്സ് എന്ന് പറയും. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരാതിരിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ചില ലിമിറ്റിംഗ് തോട്ട്സ് ആണ്. അതായത് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാനുള്ള ഡിസിഷൻസ് എടുത്ത് ആക്ട് ചെയ്യാൻ നമ്മൾ പലപ്പോഴും തയ്യാറാകാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൈൻഡിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് നേച്ചറിന്റെ ഒരു റിസൾട്ട് ആണത്. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ അത് ചെയ്തെടുത്ത് അത് സക്സസ്ഫുൾ ആക്കാനുള്ള ടൂൾസ് ഇല്ല എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരുമ്പം നമ്മൾ ആ ഫെയിലിയർ മൂലം ഉണ്ടാകാവുന്ന പെയിൻ അവോയ്ഡ് ചെയ്യാൻ നമ്മുടെ മൈൻഡ് പറയും നമ്മൾ അതിലേക്ക് ട്രൈ ചെയ്യുക പോലും വേണ്ട. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ വളരെ സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങളുടെ കയ്യിൽ 5 കോടി രൂപ ക്യാഷ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ബിസിനസ് ചെയ്ത് നിങ്ങൾക്ക് 1-2 ബിസിനസ്സുകളും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു തോട്ട് വരികയാണ്, എനിക്കൊരു 10 കോടി രൂപ ഉണ്ടാക്കണം എന്ന് പറയുമ്പം നിങ്ങളുടെ മനസ്സിന് ഓൾറെഡി കൺവിൻസ്ഡ് ആണ്, നിങ്ങളുടെ കയ്യിൽ 5 കോടി രൂപയുണ്ട്, നിങ്ങൾക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള 2-3 ബിസിനസ് ഉണ്ട്. അപ്പൊ ഇത് ഒരു 10 കോടി ആക്കുക എന്ന് പറയുന്നത് അത്ര ഇമ്പോസിബിൾ ടാസ്ക് ഒന്നുമല്ല. സോ അതിൽ ഫെയിൽ ചെയ്യാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് മനസ്സ് പറയും ഗോ ഹെഡ്, ട്രൈ. അപ്പൊ നമ്മൾ എന്താവും, നമ്മുടെ ഡിസിഷൻസ് ക്ലിയർ ആയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് വഴി നമ്മുടെ ബിസിനസ് ഇംപ്രൂവ് ചെയ്ത് നമ്മൾ 10 കോടിയിലേക്ക് എത്തും. നേരെ മറിച്ച് നിങ്ങളുടെ കയ്യിൽ 1 രൂപ എടുക്കാനില്ല, 1 രൂപ പോലും ഇല്ല, നിങ്ങൾക്ക് ആ 1 രൂപ വരാനുള്ള ഒരു സാധ്യത പോലും ഇപ്പൊ കാണുന്നില്ല. ആ സാഹചര്യത്തിൽ നിങ്ങൾ ആലോചിക്കുകയാണ് എനിക്ക് 1 ലക്ഷം രൂപ വേണം. അപ്പൊ മനസ്സ് നമ്മളോട് എങ്ങനെ പറയും, നിന്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല, നിനക്ക് 1 ലക്ഷം രൂപ പോയിട്ട് 1000 രൂപ പോലും വരാനുള്ള സാഹചര്യവും ഇല്ല. സോ അതിനുവേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ട് അതിന്റെ വേദന അനുഭവിക്കുന്നതിലും നല്ലത് നീ അതിനൊന്നും ശ്രമിക്കാതിരിക്കുക എന്ന് മനസ്സ് പറയും. നമ്മളപ്പോ എന്ത് ചെയ്യും, നമ്മൾ ഒരു തീരുമാനങ്ങളും എടുക്കില്ല, ഒരു ആക്ഷനും എടുക്കില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, നമുക്ക് ഒരു റിസൾട്ടും വരില്ല. ഇനി നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ നമ്മുടെ എന്താണ് ഈ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ സ്വയം നമ്മുടെ മനസ്സിനോട് പറയുന്നത് അറിയാം, എനിക്ക് ഇത്രയെല്ലാം അനുഗ്രഹങ്ങളുണ്ട്, ഇത്രയും റിസോഴ്സസ് എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട്, എൻ്റെ കയ്യിൽ നല്ലൊരു കുടുംബം എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട്, എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ബിസിനസ് അറിയാം, എൻ്റെ മനസ്സിൽ ഇങ്ങനെ നല്ല നല്ല ആശയങ്ങൾ വരാറുണ്ട്, എനിക്ക് ഇത്രയും ചെയ്തെടുക്കാൻ കഴിയും, എൻ്റെ കയ്യിൽ ഇപ്പൊ ചെറുതാണെങ്കിലും ഇത്ര തുക എൻ്റെ കയ്യിലുണ്ട്, ഇല്ല എൻ്റെ കയ്യിൽ ഒരു സ്വർണ്ണ മോതിരമുണ്ട്, അല്ലെ എനിക്കൊരു സ്വർണ്ണ മാലയുണ്ട്. അതിന് ഞാൻ നന്ദി പറയുമ്പോൾ ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് മൈൻഡിനോട് പറയുന്നത് എന്താ അറിയോ, എൻ്റെ കയ്യിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, ഈ റിസോഴ്സസ് എനിക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ മനസ്സ് ആദ്യത്തെ വ്യക്തിയുടേതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നീ ഈ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് നീ അതിനുവേണ്ടി ശ്രമിച്ചാൽ നീ പരാജയപ്പെടില്ലെന്നും ധൈര്യമായി മുമ്പോട്ട് പോകുമെന്ന് പറയും. കാര്യം അവിടെ നമ്മളെ ഫെയിലിയറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ബാധ്യത മനസ്സിന് തോന്നുന്നില്ല. സോ നമുക്ക് എന്ത് സംഭവിക്കും, നമ്മൾ കൃത്യമായി തീരുമാനങ്ങൾ എടുത്ത് ഫോക്കസോടുകൂടി മനസ്സ് ക്ലിയർ ആയി കഴിയുമ്പോൾ നമുക്ക് നല്ല ഫോക്കസിൽ നമ്മൾ കൃത്യമായ തീരുമാനങ്ങളും കൃത്യമായ ആക്ഷനിലൂടെയും നമ്മൾ ആ മാജിക്കൽ റിസൾട്ടിലേക്ക് ചെന്നെത്തും. അങ്ങനെയാണ് മാനിഫെസ്റ്റേഷനിൽ ഗ്രാറ്റിറ്റ്യൂഡ് വഴി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഇറ്റ്സ് നോട്ട് മാജിക്, ഇറ്റ്സ് ജസ്റ്റ് സൈക്കോളജി.